നാട്ടിൽ വന്നിട്ട് ഭയങ്കരപ്പെട്ടൊരു ആഗ്രഹമായിരുന്നു ഒന്ന് ആഴിമലയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നേരെ ചേട്ടന്മാരെയും അനിയന്മാരെയും ചേട്ടനെയൊക്കെ വിളിച്ചുകൊണ്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട്. 2 NS ആണ് ബൈക്ക് എടുത്തത് തന്നെ. ഞാൻ എന്തായാലും ഓട്ടിച്ചുകൊണ്ടാണ് പോകുന്നത്. അത്യാവശ്യം പുറകിലിരുന്ന് എനിക്ക് മകേഷ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് വീഡിയോസൊക്കെ എടുത്തു തന്നത്. പകുതി വീഡിയോസും എനിക്ക് അങ്ങോട്ട് ഓടിച്ചോട് പോകുന്തോറും എനിക്ക് കൈയെല്ലാം കഴിച്ചുകൊണ്ടിരിക്കും. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ലോങ്ങൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടിയിട്ടും ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നേരെ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. തമിഴ്നാട്ട് പമ്പിൽ നിന്നാണ് അടിച്ചത്. 102 രൂപയാണ് 1 ലിറ്റർ പെട്രോളിൻ്റെ വില അവിടെ വരുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മളും അവരും കൂടെ ചേർന്നിട്ടൊക്കെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടും കളിച്ചും ചിരിച്ചുകൊണ്ടൊക്കെയാണ് പോകുന്നത്. അത്യാവശ്യം സ്പീഡിലൊന്നുമല്ല പോയത്, പയ്യൊക്കെയാണ് പോയത്. ഏകദേശം ഒരു 2.5 മണിക്കാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയതെങ്കിലും ഒരു 4 മണി ആയപ്പം തന്നെ നമ്മൾ എന്തായാലും ആഴിമല എത്തിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി എന്തായാലും നമ്മൾ വരുന്നത് അമ്പൂരി ടു നേരെ നെയ്യാറ്റിൻകര വഴിയാണ് നമ്മൾ പോകുന്നത്. ഇതിന് മുമ്പായിട്ട് 2-3 പ്രാവശ്യം ചേട്ടൻ പോയത് കാരണം പുള്ളിക്കാരനാണ് വഴിയൊക്കെ മൊത്തം കാണിച്ചു തന്നത്. ഞാൻ കുവൈറ്റിൽ നിൽക്കാൻ നേരത്തെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഈവനിങ് ടൈം ആയതുകൊണ്ട് ഫോട്ടോ ഒന്നും നല്ല രീതിയിലൊന്നും കിട്ടിയതൊന്നുമില്ല. മാക്സിമം എന്തായാലും ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം പോകാൻ നേരത്ത് എന്തായാലും നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടെ പോകുന്നുണ്ട്. ഓട്ടിച്ച് പോകുന്ന വഴിക്ക് തന്നെ എനിക്ക് കൈയെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ മകേഷിൻ്റെ വണ്ടി ഏൽപ്പിച്ചിട്ട് ഞാൻ പുറകിൽ കയറി ഇരുന്നിട്ടുണ്ട്. പുറകിലിരിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ NS 200 പുറകിലിരിക്കാൻ നടുവേദനയൊക്കെ നല്ല രീതിയിൽ വരും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ എന്തായാലും ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആഴിമല പുറത്തുനിന്ന് കാണാൻ വേണ്ടി നല്ല രസമുണ്ടെങ്കിൽ അകത്ത് എൻട്രി ഫീസായിട്ട് വരുന്നത് 100 രൂപയാണ് ഒരാൾക്ക്. ഏകദേശം 100 രൂപ ടിക്കറ്റും എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അതിൻ്റെ കൂടെ കാഴ്ചകളൊക്കെ പോകാനൊക്കെ പറ്റും. എന്തായാലും വീഡിയോ അതിൻ്റെ അടിയിൽ അലൗഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും പുറത്തൊക്കെ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടതാണ് ആർട്ട് വർക്ക് നമ്മൾ എടുത്ത് പറയേണ്ടതാണ്. അത്രയ്ക്കും മനോഹരമായിട്ടാണ് അവർ ആർട്ട് വർക്കെല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിയിട്ട് തോന്നും അത്രയ്ക്ക്. എന്നാൽ എനിക്ക് ഒരു കാര്യം എടുത്ത് പറയേണ്ട, അവർ ടിക്കറ്റിൻ്റെ പൈസ മാത്രമേ ഇച്ചിരി കൂടിപ്പോയെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് അപ്പുറത്തായിട്ടായിരുന്നു നമ്മൾ അടിമലത്തുറ എന്ന് പറയുന്ന ഒരു ബീച്ചും കൂടെ, അവിടെയും കൂടെ പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല, ബീച്ചിൻ്റെ പേരാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ചേട്ടൻ നേരെ കണ്ട പാതി നേരെ കടലിറങ്ങിയിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. ഞാൻ ഇതുവഴി പോകാൻ നേരത്താണ് അപ്പോൾ ഒരു കുതിരപ്പുറത്തൊരു ചേട്ടൻ പോകുന്നത് കണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഏകദേശം 6-6:30 തന്നെ വടം തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്തായാലും വീഡിയോസ് ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ട് തന്നെ നിർത്താമെന്ന് വിചാരിച്ച് പോകുന്ന വഴിയെല്ലാം റെസ്റ്റോറൻറ്റ് തപ്പി നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ചെന്നില്ല. അവസാനം നല്ലൊരു റെസ്റ്റോറൻറ്റ് തന്നെ കിട്ടിയത്. മന്തി ഓർഡർ ചെയ്യാം, അൽഫാം ഓർഡർ ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞു. പക്ഷേ അതൊന്നും കഴിക്കാൻ വേണ്ടി നിന്നില്ല ഞാൻ. എനിക്ക് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും മതിയെന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രം ഓർഡർ ചെയ്ത് ഞാൻ കഴിക്കാൻ വേണ്ടി തിരുന്ന്. മുഖമൊന്നും അത്ര നല്ല രീതിയിലല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ് ഈ വീഡിയോ ഇനി അധികം എടുക്കണ്ട, അത്രയും മതിയെന്ന് പറഞ്ഞ്. ഞാൻ എങ്ങനെ പൊറോട്ട കഴിച്ചാലും നല്ല പിച്ച് കിട്ടിയേ കഴിക്കുള്ളൂ. പിന്നെ കറിയൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിക്കണ്ടല്ലോ. കഴിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് നമ്മളൊരു ഹാഫ് മന്തിയും കൂടെ ഓർഡർ ചെയ്തിട്ട് നേരെ വീട്ടിൽ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ല വീഡിയോസുമായി വീണ്ടും വരാം. ബൈ ഗായ്സ്.